ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്ക കൊണ്ടുള്ളൊരു കറിയാണേ. കടച്ചക്കയും ചിക്കനും കൂടെ ചേർത്തിട്ടുള്ളൊരു കറി. ഈ കടച്ചക്ക കടയിൽ നിന്ന് മേടിച്ചതാണ്, പക്ഷേ ഇതൊട്ടും മൂത്തിട്ടില്ല കേട്ടോ. പകുതി മൂപ്പായിട്ടേ ഉള്ളൂ. കണ്ടിട്ട് മനസ്സിലായില്ല. മേടിച്ച് കഴിഞ്ഞ് ഇത് ചെത്തി മുറിച്ച് നോക്കിയപ്പോഴാണ് മൂപ്പൊന്നും ആയിട്ടില്ലെന്ന് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഇതേ കിട്ടിയുള്ളൂ. ഇതുകൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കണ്ടോ, ഈ കടച്ചക്ക ഒട്ടും വിളഞ്ഞിട്ടില്ല. എന്തായാലും ഉള്ളതാവട്ടെ, നമുക്കിതൊന്ന് ചെത്തി അരിഞ്ഞെടുക്കാം. കടച്ചക്ക കഷ്ണങ്ങളാക്കി, എന്നിട്ട് തൊലിയൊക്കെ ചെത്തി ഇനി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഒട്ടും വിളഞ്ഞില്ലാത്തത് കൊണ്ട് തന്നെ നല്ല അരക്കുണ്ട് കേട്ടോ. ഇതിന് നല്ല കറയുണ്ടാകും. നമുക്കിത് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ റെഡി ആകുന്ന സമയത്തേക്ക് നമുക്കിത് വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെക്കാം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കളറ് മാറിപ്പോവും. തീരെ പിഞ്ചായതുകൊണ്ടാണ് കേട്ടോ. ഒത്തിരി നന്നായിട്ട് വിളഞ്ഞതാണെങ്കിൽ ഇങ്ങനെ ഇത്രയും കറയും വരുവത്തില്ല. ഇങ്ങനെ അത് പെട്ടെന്ന് കളറ് മാറത്തുമില്ല. പിന്നെ ഏതായാലും ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. കടച്ചക്ക കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും ബാക്കി നോക്കാം. ബാക്കി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ചിക്കനുണ്ട് കേട്ടോ. ചിക്കൻ കൂടാതെ ഒരു സവോള, 2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. പറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, പച്ചമുളകിൻ്റെ അറ്റം ഒന്നിങ്ങനെ പിളർന്നെടുത്തിട്ടുണ്ട്. ഇഞ്ചി നീളത്തിലരിഞ്ഞിട്ടുണ്ട്. സവോളയും തക്കാളി നീളത്തിലരിഞ്ഞിട്ടുണ്ട്. ഇത് ചിക്കൻ ഏതാണ്ട് 1/2 കിലോയ്ക്ക് മുകളിലുണ്ട് കേട്ടോ ചിക്കന്. കടച്ചക്ക അത്രയും തന്നെയാണ്. ഒരു കടച്ചക്ക 600 ഗ്രാമായിരുന്നു. അപ്പം ചട്ടി അടുപ്പിലേക്ക് വെച്ചു, എണ്ണ ഒഴിച്ചു. ഇനി നമുക്കിതെല്ലാം വഴറ്റാൻ തുടങ്ങാം. എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായി കടുകിട്ടു. കടുക് പൊട്ടട്ടെ കേട്ടോ. കടുകെല്ലാം നല്ലപോലെ പൊട്ടി വന്നു. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക് ഇതാദ്യം അങ്ങിട്ടു ഒന്ന് വഴറ്റട്ടെ. തക്കാളി പിന്നെ പെട്ടെന്ന് വഴഞ്ഞു വരുമല്ലോ, അതുകൊണ്ട് തക്കാളി ഇച്ചിരി കഴിഞ്ഞിട്ടാൽ മതി. ഈ സവോള ഇഞ്ചിയൊക്കെ ഇട്ടതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേ. സവോള പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടി. അപ്പോൾ ഇതൊന്ന് വന്നിട്ട് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ വഴറ്റുന്നതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ സവോള വഴറ്റുന്നതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്നു വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. എനിക്കങ്ങനെ അത്ര പെട്ടെന്നൊന്നും വഴന്നു വരുന്നതായിട്ട് തോന്നിയിട്ടില്ല. എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്യുന്നു. ഏകദേശം വഴന്നു വന്നതിനകത്തോട്ട് തക്കാളിയും കൂടി ഇട്ടു കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസായ പൊടികളൊക്കെ ചേർക്കാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മല്ലിപ്പൊടി മാത്രം ചേർത്തു. ഒന്ന് വഴറ്റിയതിന് ശേഷം ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ്, ഗരം മസാലയും കൂടെ ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം കണ്ടോ, തക്കാളി സവോളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ ചേർക്കാം. ചിക്കൻ എടുത്ത് വെച്ചേക്കുന്നത്, കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ്. ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മസാലയിലേക്ക് ചിക്കൻ ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം 2 തണ്ട് കറിവേപ്പില
കറിവേപ്പിലയും കൂടെ ചേർത്തു ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെക്കാം. ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ നമ്മളിങ്ങനെ ചെറു തീയിൽ മൂടി വെച്ച് വേവിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അത് വെന്ത് വന്നോളുവേ. അപ്പോൾ ഞാനിത് മൂടി വെക്കാൻ പോവാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി, കണ്ടോ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ ഏകദേശമൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ, വേഗം തുടങ്ങിയിട്ടുണ്ട്. പകുതി വേവൊക്കെ ആയിട്ടുണ്ട് കണ്ടോ. ഇനി ഇച്ചിരി നേരം കൂടെയൊക്കെ ഇരുന്നാൽ മതി. വീണ്ടും അടച്ചു വെച്ചു. ഒരു 5-6 മിനിറ്റ് നേരം കഴിഞ്ഞപ്പം തുറന്ന് നോക്കി കേട്ടോ. ഇപ്പം നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ, നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം നല്ല വേവായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കടച്ചക്കയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കടച്ചക്കയ്ക്ക് അധികം വേവില്ല, അതുകൊണ്ടാണ് ചിക്കൻ ഏകദേശം വേവായതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. രണ്ടും കൂടി ഒന്നിച്ചിട്ടാൽ കടച്ചക്ക അങ്ങ് വെന്ത് പോകും. ചിക്കനെക്കാട്ടിലും വേവ് കുറവാണ് കടച്ചക്കയ്ക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ കടച്ചക്ക ഞാൻ അരിഞ്ഞു വെച്ചത് മുഴുവൻ എടുത്തില്ല കേട്ടോ. എന്താണേലും അധികം മൂക്കാത്തതായതുകൊണ്ട് വലിയ ടേസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് മുഴുവൻ ഇടാഞ്ഞത്. എന്തായാലും കടച്ചക്കയല്ലേ, അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇതിനകത്ത് ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഈ ചിക്കൻ്റെ വെള്ളത്തിലും ആവിയിലും തന്നെ കടച്ചക്കയും കൂടെ വെന്ത് വന്നോളും. ഇത് നമുക്ക് മൂടി വെക്കാം. വീണ്ടും തുറന്ന് നോക്കി, വെള്ളമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. വെള്ളമൊക്കെ അതുപോലെ ഉണ്ട്, ഒട്ടും വെള്ളം ഒഴിക്കേണ്ട. ഒന്നുകൂടി ഇളക്കിയിടാം. ഞാനിങ്ങനെ ചെറുതീയിൽ വെള്ളം ഒഴിക്കാതെ വേവിച്ച് വെക്കുന്ന ഒരു 5-6 മിനിറ്റ് കൂടുമ്പോൾ തുറന്ന് നോക്കി ഇളക്കിയിടും കേട്ടോ. അപ്പം കടച്ചക്കയും ഏകദേശം വെന്തിട്ടുണ്ട്. പിന്നെ ഇത് പിഞ്ചായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത്രയും മറ്റേ മൂത്ത കടച്ചക്കയെ പോലെ നല്ലപോലെ വെന്തിങ്ങനെ പൊടിഞ്ഞു വരത്തില്ലല്ലോ. ഏതായാലും ഇച്ചിരി നേരവും കൂടി ഇരിക്കട്ടെ. ഇച്ചിരി നേരവും കൂടി നമുക്ക് മൂടി വെക്കാം. വീണ്ടും ഒന്നുകൂടെ തുറന്ന് നോക്കി, കടച്ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കടച്ചക്കയും വെന്തിട്ടുണ്ട്, ചിക്കനും വെന്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കണ്ടോ, ഇപ്പോഴും വെള്ളമയം ഉണ്ടല്ലോ. ഇനി നമുക്ക് ഇത് ചാറിനായിട്ട് ഞാൻ ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകുന്നത് കണ്ടോ. കടച്ചക്ക വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പും എരിവുമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി, എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് എന്നാ ചെയ്യാനുള്ള, ലാസ്റ്റായിട്ട് ഇതിനകത്ത് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇതിനകത്ത് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഒരു മുറി തേങ്ങ ചിരണ്ടി ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് മിക്സിയിലടിച്ച് ആ പാൽ മുഴുവൻ പിഴിഞ്ഞെടുത്തു. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, ഈ ചിക്കൻ ഒട്ടും വെള്ളം ഒഴിക്കാതെ വേവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ തേങ്ങാപ്പീര് ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ട് 2-ാം പാൽ എടുക്കുക. ആ വെള്ളം ഒഴിച്ച് ചിക്കനും കടച്ചക്കയും വേവിക്കുക. ലാസ്റ്റ് 1-ാം പാൽ ഒഴിക്കുക. അങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പം ഇത് കണ്ടോ, നല്ല കുറുകിയ കറിയായിട്ട് വന്നേക്കുന്നുണ്ടോ. ഇനി ഇതിനകത്ത് ആവശ്യത്തിന് പച്ചക്കറി വേപ്പിലിട്ടു. ഇനി ഇതൊന്ന് തിളച്ച് മറിയൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. നല്ലപോലെ ഒന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി. അതോടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക ചിക്കൻ കറി റെഡി. കടച്ചക്ക മൂപ്പ് കുറവായത് മാത്രമാണ് ഇതിനകത്തുള്ളൊരു പോരായ്മ കേട്ടോ. നല്ല മൂത്ത കടച്ചക്കയാണെങ്കിൽ സൂപ്പറായിരിക്കും. ഇതും നല്ലതാണ്, എന്നാലും ചെറിയൊരു പോരായ്മ വിളവില്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ നല്ല കടച്ചക്ക കിട്ടുന്നവർ ഈ കറിയൊന്നും ഉണ്ടാക്കി നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റ്. ചിക്കന് പകരം ബീഫാണെങ്കിലും നല്ലതാണ്. ബീഫ് ആവശ്യത്തിന് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കുക്കറിൽ നന്നായിട്ട് വേവിക്കുക. വെന്ത് കഴിയുമ്പം കടച്ചക്കയും കൂടി ഇട്ട് ഒരു വിസിലും കൂടി അടുപ്പിച്ചെടുക്കുക. സൂപ്പർ കറി റെഡിയാകും. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.